Hello guys, welcome back to my channel. So, ഇന്നൊരു ഹാപ്പി ആൻഡ് സാഡ് ഡേ ആണ്. ഞാൻ ഇന്ന് തിരിച്ച് ദുബായിലോട്ട് പോവുകയാണ്. സോ ഞാൻ വരുന്ന കാര്യം അവിടെയുള്ള ആർക്കും അറിയത്തില്ല. അപ്പോൾ അവർക്കൊരു സർപ്രൈസാണ്. അപ്പോൾ അവരെ കാണാം. അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ആഫ്റ്റർ 1 month ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഞാനിങ്ങനെ പുറത്തിറങ്ങി നിന്നിട്ട് ഷോളും പിടിച്ചിട്ട് തരുമ്പോൾ എന്റെ മിഴിരണ്ടും നിറയും ഞാൻ തൊഴുതു താഴെ വീഴും അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ അച്ചോടപ്പാ എയർപോർട്ട്. ഗായ്സ് ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഒരു ചായ കിട്ടും നമുക്ക്. തണുപ്പാണ് ഗൈസ് ഇവിടെ. ചിന്നു കണ്ട നിക്കറൊക്കെ ഇട്ടിട്ടാണ് ഗൈസ്. തുടങ്ങില്ല അല്ല അൺബോക്സിംഗോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം നടുറൂട്ട് നിൽക്കുകയാണ്. വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാം. ബൈ. ഗൈസ് അങ്ങനെ നമ്മുടെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. ബോർഡിംഗ് പാസ് കൈ കിട്ടി. ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ലാണ്ട് നമ്മൾ എല്ലായിടത്തു നിന്നും രക്ഷപ്പെട്ട് നമ്മുടെ ഗേറ്റിലോട്ട് പോകാം. നമ്മുടെ ഗേറ്റ് 4 ആണ്. ചെക്കിങ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ബൈ. സോ ഗൈസ് അങ്ങനെ അറ്റ് ലാസ്റ്റ് സേഫ്ലി റീച്ച്ഡ്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവിടെ നിന്ന് തന്നെ എല്ലാം വേഗം ചെക്കിംഗ് ഒക്കെ വേഗം തീർന്നു. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ റൂമിൻ്റെ വാച്ച്മാനാണ് നമ്മളെ കൂട്ടാൻ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടി കയറി. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് ചേച്ചിയുടെ അടുത്തോടെ അവിടെ പോകണം. അപ്പോൾ ചേച്ചിക്ക് മോർണിംഗ് ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് ചേച്ചിനെ പോയി കണ്ടിട്ട് ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളവരെ കാണാൻ പോകാം. അപ്പോൾ ബൈ. സോ ഗൈസ് നമ്മൾ ഫ്ലാറ്റിലെത്തി. നമ്മൾ ചേച്ചിയുടെ അടുത്തോട്ട് പോവുകയാണ്. ചേച്ചി റിയാക്ഷൻ കാണാം. എടി പട്ടി അയ്യോ, അങ്ങനെ ഞാനൊന്ന് അമ്മാവനെ കാണാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങുക. എൻ്റെ പൊന്നെ ഇവിടെ ഒരു രക്ഷയില്ലെന്ന് ചൂടാ. ഭയങ്കര വെയിലാ. ബൈ. അങ്ങനെ അമ്മാവനെ കണ്ടു. അമ്മാവൻ പോയി തിരിച്ച്. അമ്മാവൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് നമ്മൾ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അതെല്ലാം കൊടുത്തു.
ഇനിയിപ്പോൾ തിരിച്ചവൾ റൂമിലോട്ട് പോവാം. ഇവിടെ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് ഇങ്ങോട്ട്, നാട്ടിലിപ്പോൾ നല്ല മഴയും നല്ല കാലാവസ്ഥയൊക്കെയാണല്ലോ, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായോ എന്നൊരു സംശയം ഇല്ലാതില്ല. അതിഥിക്കും വിസ്മയ്ക്കും എന്തോ നല്ല സംശയമുണ്ട് ഞാൻ വന്നിട്ടുണ്ടെന്ന്. കാര്യം ഞാൻ അന്നഗ ചേച്ചി റൂമിലായിരുന്നു കടന്നത്, പക്ഷേ ചേച്ചി അവർ റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. പക്ഷെ എന്നെ കണ്ടില്ല, ഞാൻ വാലൊക്കെ അടച്ചാണ് കടന്നത്. എന്നാലും അവർക്ക് എന്തോ സംശയമൊക്കെ ഉണ്ട്. മിക്കവാറും ഫ്ലോപ്പ് ആവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് അവരെ വൈകുന്നേരം പിക്ക് ചെയ്യാൻ പോവാം. അങ്ങനെ നമ്മള് ഞാനും ചേട്ടയും കൂടി അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ലോങ് ടൈമിന് ശേഷം. അതെ, പക്ഷെ അത് ഫ്ലോപ്പ് ആവോ അതെ എന്താ അവസ്ഥ എന്നറിയത്തില്ല. അവരെവിടെ ഉള്ളതെന്ന് കറക്റ്റ് അറിയില്ല. അതാണ് കുറെ പേര് ഒരു സ്ഥലത്ത്, കുറെ പേര് വേറൊരു സ്ഥലത്ത്. അതാണ് പ്രശ്നം. എന്തായാലും നോക്കാല്ലേ. ഇപ്പൊ മീറ്റ് ചെയ്യാൻ പോവാ. ഓക്കെ. അപ്പോൾ നമ്മൾ സോനേനെ, ആരാ വിസ്മയനെ എല്ലാവരെയും കാണാൻ പോവാണ്. എന്താണ് സോന കരയണേ? ഗായ്സ്, അപ്പം അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി റൂമിലോട്ട് പോയി.